ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇയർ ലോബ് റിപ്പയർ. നമ്മുടെ നാട്ടിൽ കമ്മൽ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. ഇപ്പോൾ ലേഡീസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഇയർ ലോബ് ടയർ എന്ന് പറയും. അതായത് നമ്മൾ കമ്മൽ കാത് കുത്തി കമ്മലിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കമ്മലിടുന്ന ആ ഹോള് വലുതാവുകയും അവർക്ക് ഈ പറഞ്ഞ പോലെ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾക്കത് റിപ്പയർ ചെയ്യാം. അതായത് ആ ഇയർ ലോബിൻ്റെ അകത്തുള്ള ഹോള് നമുക്കത് വൈഡാക്കി അത് ഫ്രഷൻ ചെയ്തിട്ട് നമുക്കത് സൂച്ചർ ചെയ്യാൻ പറ്റുന്നത്, അതായത് തുന്നിക്കെട്ടാൻ പറ്റുന്നതായിരിക്കും. അത് തുന്നിക്കെട്ടിക്കഴിഞ്ഞാലും നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് അതിന് ശേഷം കമ്മൽ ഉപയോഗിക്കുമ്പോൾ ഭാരം കൂടിയ കമ്മൽ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്നതാണ്. എത്ര നന്നായിട്ടത് സ്റ്റിച്ച് ചെയ്താലും സൂച്ചർ ചെയ്താലും ആ ഒരു സ്കാർ അല്ലെങ്കിൽ ആ ക്ലോസ് ചെയ്തേക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് ഒരിക്കലും നോർമൽ ഒരു സ്ട്രെങ്ത്ത് കാണില്ല. അപ്പോൾ പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇയർ സ്റ്റഡ്സ് യൂസ് ചെയ്യാൻ നമ്മൾ ജനറലി അഡ്വൈസ് ചെയ്യുന്നതാണ്. താങ്ക് യു.